Good morning all. Today we are going to learn 9th standard geography chapter 2 വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ചാണ്. അതായത് ഉത്തരേന്ത്യൻ സമതലത്തിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണെന്നാണ് പഠിച്ചത്. അപ്പോൾ അതിലേതൊക്കെയാണ് വരുന്നത്? കണ്ടൽക്കാടുകൾ വരും, പർവ്വത വനങ്ങൾ വരും, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ വരും, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, പിന്നെയുള്ളത് ഏതാണ്? ഉഷ്ണമേഖല മുൾക്കാടുകളെ കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പോൾ ഉത്തരേന്ത്യൻ സമതലത്തിലുള്ളതാണ് ഇതൊക്കെ എന്നും നമ്മൾ ഇന്നലെ പഠിച്ചു. അപ്പോൾ ഇന്ത്യയുടെ നൈസർഗിക സസ്യജാലങ്ങൾ ഇതൊക്കെയാണ് അല്ലേ? അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മണ്ണിനങ്ങളെ കുറിച്ചാണ്. അതായത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണ് ആണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ എക്കൽ മണ്ണാണ്. ഏതാണ്? ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരും. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? എക്കൽ മണ്ണാണ്. മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നവയാണ് എക്കൽ മണ്ണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഇവ ഗുജറാത്തിന്റെ സമതല പ്രദേശങ്ങളിലാണ് വ്യാപകമായി കാണപ്പെടുന്നത്. ഗംഗാ സമതലങ്ങളിൽ 2 വ്യത്യസ്തങ്ങളായ എക്കൽ മണ്ണിനങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്. ഏതൊക്കെയാണ്? അത് നമ്മൾ മുൻപുള്ള ചാപ്റ്ററിലൊക്കെ പഠിച്ചതാണ്. ഒന്ന് ഖാദർ എന്നും ഒന്ന് ഭങ്കർ എന്നും. അപ്പൊ 2 തരത്തിലുള്ള എക്കൽ മണ്ണിനങ്ങൾ എവിടെയാണ് രൂപം കൊണ്ടിട്ടുള്ളത്? ഗംഗാ സമതലങ്ങളിലാണ്. ഗംഗാ സമതലങ്ങളിൽ കാണപ്പെടുന്ന 2 വ്യത്യസ്തങ്ങളായ എക്കൽ മണ്ണിനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഖാദറും ഭങ്കറും എന്ന് ഓർത്തുവെക്കുക. അതുപോലെ തന്നെ ബ്രഹ്മപുത്ര ഗംഗാ സമതലങ്ങളുടെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത്തരം മണ്ണ് കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതുമായി കാണപ്പെടുന്നു. ഈ മണ്ണ് ഏറ്റവും കൂടുതൽ അനുയോജ്യം ഏതിനാണ്? കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ ഈ മണ്ണ് അനുയോജ്യമായി ഉള്ളത്. അതുപോലെ തന്നെ മധ്യ ഗംഗാ സമതലത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലായി ചെമ്മണ്ണ് കാണപ്പെടുന്നു. അപ്പൊ എവിടെയാണ്? മധ്യ ഗംഗാ സമതലത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലായി ഏത് മണ്ണാണ് കാണപ്പെടുന്നത്? നമ്മുടെ ചെമ്മണ്ണാണ് കാണപ്പെടുന്നത്. ഇവിടെ ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം നൽകാനുള്ള കാരണം. അപ്പൊ ചുവപ്പ് നിറം ചെമ്മണ്ണിന് കിട്ടാനുള്ള കാരണം എന്താണെന്ന് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത് ചുവപ്പ് കളറായി മാറുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്? ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. അതുപോലെ സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ലവണ മണ്ണ്. അപ്പൊ ഇന്നലെ നമ്മൾ സുന്ദർബനെ കുറിച്ച് പഠിച്ചു അല്ലെ? ഡെൽറ്റ പ്രദേശങ്ങളെ കുറിച്ച് പഠിച്ചു. അപ്പൊ അവിടെ കാണപ്പെടുന്ന മണ്ണിനെ അറിയപ്പെടുന്ന പേരാണ് ലവണ മണ്ണ്. എന്താണ്? ലവണ മണ്ണ്. പൊതുവെ ഈ മണ്ണിൽ ഉപ്പിന്റെ അംശം എന്തായിരിക്കും? ലവണത്തിൽ തന്നെയുണ്ട്. ലവണം എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ്? ഉപ്പാണ് അല്ലെ? അപ്പോൾ ഈ മണ്ണിൽ എന്തിന്റെ അംശമുണ്ട്? ഉപ്പിന്റെ അളവ് വളരെ കൂടുതലാണ്. അതുപോലെ മണലും അതുപോലെ പശ്ചിമ മണ്ണും കൂടിക്കലർന്ന മണ്ണാണ് എന്തെന്ന് പറയുന്നത്? ഈ ലവണ മണ്ണ് എന്ന് പറയുന്നത്. അതുപോലെ ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്ര ജലക്കയറ്റമാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരം മണ്ണുണ്ടാവാൻ കാരണമാവുന്നത്. അപ്പൊ എന്താണ്? ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്ര ജലക്കയറ്റമാണ് ഇവിടെ ലവണ മണ്ണ് ഉണ്ടാവാനുള്ള കാരണമെന്നും ഓർത്തുവെക്കുക. അതുപോലെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പലയിടങ്ങളിൽ ജലസേചനത്തിലൂടെ തീവ്ര കൃഷി നടത്തിയ ഇടങ്ങളിൽ എക്കൽ മണ്ണിന് എന്ത് സംഭവിച്ചു? ശോഷണം സംഭവിച്ച് അതെന്തായി മാറി? ലവണ മണ്ണായി മാറിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശങ്ങളിൽ പീറ്റ് മണ്ണും കാണപ്പെടാറുണ്ട്. അപ്പൊ എന്താണ്? പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? പീറ്റ് മണ്ണെന്ന് ഓർത്തുവെക്കുക. അതുപോലെ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ്. അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വരണ്ട മണ്ണാണ് അവിടെ കാണപ്പെടുന്നത്. കാരണം ഘടനാപരമായി മണൽ രൂപവും ലവണത്വ സ്വഭാവവുമുള്ള ഈ മണ്ണിൽ ജൈവാംശവും ജലാംശവും വളരെ കുറവായിരിക്കും. നമ്മൾ
അപ്പോൾ ഈ വരണ്ടതെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? അപ്പോൾ ആ മണ്ണിൽ ജലാംശം വളരെ കുറവായിരിക്കും. ആ മണ്ണിനെയാണ് എന്ത് പറയുന്നത്? വരണ്ട മണ്ണ് എന്ന് പറയുന്നത്. അതിനാൽ ഈ മണ്ണിൽ എന്തുണ്ടാവില്ല? സസ്യവളർച്ചയ്ക്ക് എന്താവശ്യമാണ്? കൂടുതൽ ജലം ആവശ്യമാണ് അല്ലേ? അപ്പോൾ ജലസേചനം വളരെയധികം അനിവാര്യമാണ് ഈ മണ്ണിൽ. അപ്പോൾ സസ്യവളർച്ചയ്ക്ക് ഈ മണ്ണിന് എന്ത് വേണം? ജലം കൂടുതൽ ആവശ്യമായി വരുന്നു. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനെ അറിയപ്പെടുന്ന പേരാണ് വരണ്ട മണ്ണ്. അപ്പൊ ഏതൊക്കെ മണ്ണിനങ്ങൾ പഠിച്ചു? എക്കൽ മണ്ണ് പഠിച്ചു, ചെമ്മണ്ണ് പഠിച്ചു, ലവണ മണ്ണ് പഠിച്ചു, വരണ്ട മണ്ണ് പഠിച്ചു അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയുടെ മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഇവിടെ മാപ്പിൽ തന്നിട്ടുണ്ട്? എക്കൽ മണ്ണ്, വരണ്ട മണ്ണ്, കറുത്ത മണ്ണ്, വനമണ്ണ്, ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതലത്തിലുള്ളതാണ് മഞ്ഞ മണ്ണ്, ചെമ്മണ്ണ്, മഞ്ഞമണ്ണ്. ഇതെല്ലാം ഇന്ത്യയിലുള്ള മണ്ണിനങ്ങളാണ് എന്ന് ഓർത്തു വെക്കുക. ഇനി എങ്ങനെയാണ് ഇവിടത്തെ ജനജീവിതം എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇവിടത്തെ ജനജീവിതം? അതായത് ഫലഭൂയിഷ്ടമായ എക്കൽ മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രകൃതി, എപ്പോഴും നീരൊഴുക്കുള്ള നദികൾ, അനുയോജ്യമായ കാലാവസ്ഥ തുടങ്ങിയവ ഉത്തരേന്ത്യൻ മഹാസമതലത്തിന്റെ സവിശേഷതകളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഉത്തര മഹാസമതലത്തിന്റെ സവിശേഷതകൾ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? അവിടെ എന്താണ്? ഫലഭൂയിഷ്ടമായ എക്കൽ മണ്ണുണ്ട്, നിരപ്പാർന്ന ഭൂപ്രകൃതിയുണ്ട്, എപ്പോഴും എന്തുണ്ട്? നദികളുണ്ട്, അനുയോജ്യമായ കാലാവസ്ഥ. ഇതൊക്കെയാണ് ഉത്തര മഹാസമതലത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1/4 താഴെയാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വിസ്തീർണം എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1/4 ഭാഗത്തിനും താഴെയാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വിസ്തീർണം. എന്നാൽ ഈ മഹാസമതലമാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഈ മഹാസമതലത്തിലാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെ ഉൾക്കൊള്ളുന്നത്. ഏത് സമതലമാണ്? നമ്മുടെ ഉത്തരേന്ത്യൻ സമതലം എന്ന് ഓർത്തുവെക്കുക. അതുപോലെ തന്നെ കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പടുത്തുയർത്തുന്നതിൽ നിർണായകമായ പങ്കാണ് വടക്കൻ സമതലങ്ങൾക്കുള്ളത്. ഇവിടെ ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പ് തുടങ്ങിയ വ്യത്യസ്ത വിളകൾ എന്ത് ചെയ്യുന്നു? വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നു. എവിടെയാണ്? അതായത് നമ്മുടെ കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ എവിടെയാണ് ഉള്ളത്? വടക്കൻ സമതലങ്ങളിൽ. എവിടെയാണ്? വടക്കൻ സമതലങ്ങളിൽ. അവിടെ വ്യാപകമായി ചെയ്യുന്ന കൃഷികൾ ഏതൊക്കെയാണ്? നെല്ല്, ചണം, കരിമ്പ് തുടങ്ങിയ വ്യത്യസ്ത വിളകളാണ് കൃഷി ചെയ്യുന്നത്. അതുപോലെ ജലസേനത്തിന്റെ സഹായത്തോടെ അതിവിപുലമായിട്ടുള്ള കൃഷി രീതി ഈ മഹാസമതലത്തെ ഇന്ത്യയുടെ ധാന്യപ്പുരയാക്കി മാറ്റുന്നു. അപ്പൊ ഇന്ത്യയുടെ ധാന്യപ്പുരയാക്കി മാറ്റിയത് ഏത് മഹാസമതലമാണ്? നമ്മുടെ വടക്ക് ഭാഗത്തുള്ള വടക്കൻ സമതലങ്ങൾ. ഏതാണ്? വടക്കൻ സമതലങ്ങളാണ്. അതുപോലെ ഥാർ മരുഭൂമി ഒഴികെയുള്ള സമതലത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും റോഡുകളുടെയും റെയിൽവേ പാതകളുടെയും അതിവിപുലമായ ഒരു ശൃംഖല തന്നെയുണ്ട്. എവിടെയാണ്? ഥാർ മരുഭൂമി ഒഴികെയുള്ള സമതലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എന്തുണ്ട്? റോഡുണ്ട്, റെയിൽവേ പാതകളൊക്കെ ഉണ്ട്. വലിയ തോതിലുള്ള വ്യവസായവൽക്കരണത്തിലേക്കും നഗരവൽക്കരണത്തിലേക്കും ഈ പ്രദേശത്തെ നയിക്കുന്നതിന് ഇത് വലിയ ഒരു കാരണമാണ്. എന്താണ്? അതായത് ഥാർ മരുഭൂമി ഒഴികെയുള്ള സമതലത്തിന്റെ മുഴുവൻ ഭാഗങ്ങൾ റോഡുകളും റെയിൽവേ പാതകളും ഉള്ളത് കൊണ്ട്, അതായത് ഇത്രയും വലിയൊരു ശൃംഖല ഉള്ളത് കൊണ്ട് ഇവിടെ എന്താണ്? വ്യവസായവൽക്കരണവും അതുപോലെ നഗരവൽക്കരണവും ഈ പ്രദേശത്തെ നയിക്കുന്നതിന് ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് ഇമേജസ് കൊടുത്തിട്ടുണ്ട്. ഫലഭൂയിഷ്ടമായ ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ധാന്യ കൃഷി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കൂടാതെ ഖാരിഫ്, അതുപോലെ തന്നെ റാബി, സായിദ് എന്നിങ്ങനെ 3 വ്യത്യസ്ത കൃഷി രീതികൾ, അതായത് കാർഷിക കാലങ്ങളിലായാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വിവിധയിനം വിളകൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്ത കാർഷിക കാലങ്ങൾ ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സായിദ് എന്നിങ്ങനെ 3 വ്യത്യസ്ത കാർഷിക കാലങ്ങളിലായാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വിവിധയിനം വിളകൾ കൃഷി ചെയ്യുന്നതെന്ന് ഓർത്തുവയ്ക്കുക. അതുപോലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിന്
കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ് എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലത്തെ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഖാരിഫാണ്. അടുത്തത് ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലത്തെ അറിയപ്പെടുന്ന പേരാണ് റാബി. എന്താണ്? ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന കാലം റാബിയാണ്. റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സായിദ്. ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലത്തെ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? സായിദാണ്. അപ്പോൾ 3 വ്യത്യസ്ത കാർഷിക കാലങ്ങൾ ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സായിദ് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? ഖാരിഫാണ്. ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? റാബി. ഏതാണ്? റാബിയാണ്. പിന്നെ ഈ റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് എന്തെന്നറിയപ്പെടുന്നത്? സായിദ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ 3 കാലങ്ങളിലെ, അതായത് 3 വിളകളും, വിവിധയിനം വിളകൾ ഏത് കാലങ്ങളിലാണ് കൃഷി നടത്തുന്നത് എന്നൊക്കെ വായിച്ചു വെക്കുക. ഓക്കെ. അപ്പൊ അടുത്തത് എന്താണ്? കാർഷിക കാലങ്ങളും അതുപോലെ പ്രധാന വിളകളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഖാരിഫ് എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഖാരിഫ് എന്ന് പറയുന്നത്. ഇത് ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, പരുത്തി, ചണം, ബജ്ര, തൂവര എന്നിവയൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഖാരിഫ് എന്ന് പറയുന്നത് ഏത് മാസം മുതൽ ഏത് മാസം വരെയാണെന്ന് ഓർത്തു വെക്കുക. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഖാരിഫ് വിളകൾ കൃഷി ചെയ്യുന്നത്. ഇവിടെ പ്രധാന വിളകൾ ഏതൊക്കെയാണ് ഈ ഖാരിഫ് ടൈമിൽ കൃഷി ചെയ്യുന്നത്? നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര എന്നിവ ഓർത്തു വെക്കുക. റാബി വിളകളുടെ കൃഷി ടൈം എപ്പോഴാണ്? ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് റാബി വിളകളുടെ കൃഷി കാലം എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. ഇത് മിതോഷ്ണ ഉപോഷ്ണ വിളകളാണ്. ഏത്? ഈ ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതാണ്. മിതോഷ്ണ ഉപോഷ്ണ വിളകളായിട്ടാണ് കൃഷി ചെയ്യുന്നത്. അതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുകുവർഗ്ഗങ്ങൾ, ബാർലി മുതലായവയാണ് റാബി കൃഷിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് സായിദ്. സായിദ് എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലാണ്? അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലത്തിലാണ് സായിദ് വിളകൾ കൃഷി ചെയ്യുന്നത്. അപ്പൊ ഏത് മുതലാണ്? ഏപ്രിൽ മുതൽ ജൂൺ വരെ. ഈ ഒരു കാലഘട്ടത്തിൽ കൃഷി ചെയ്യുന്നത് എന്തോന്നൊക്കെയാണ്? പ്രധാന വിളകൾ എന്ന് പറയുന്നത് പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ മുതലായവയാണ് ഈ സായിദില് ഏപ്രിൽ മുതൽ ജൂൺ വരെ കൃഷി ചെയ്യുന്നത് എന്ന് ഓർത്തുവെക്കുക. അപ്പൊ ഇതൊക്കെയാണ് കാർഷിക കാലങ്ങളും പ്രധാന വിളകളുമാണ് നമ്മളിപ്പോ പഠിച്ചത്. Let us move on. അടുത്തത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു അല്ലെ? അപ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉടനീളം എന്താണ് ഈ വിളകളെല്ലാം കൃഷി ചെയ്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം പ്രാദേശികമായി ഈ വിളകളുടെ വിതരണത്തിലും കൃഷി രീതിയിലും വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. ഓക്കെ. അതുപോലെ ഉത്തര മഹാസമതലം എന്ന ഈ ഭൂപ്രകൃതി വിഭാഗത്തിന്റെ വ്യാപ്തി, അതിന്റെ കിടപ്പ്, അത് രൂപം കൊണ്ട പ്രക്രിയകൾ എന്നിവയെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? അപ്പോൾ അതുപോലെ ജലസമൃദ്ധി കൊണ്ടും സമൃദ്ധി കൊണ്ടും സവിശേഷമായ ഈ ഭൂപ്രകൃതിക്ക് ഇന്ത്യയിലെ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ വളരെ വലിയ ഒരു പങ്ക് തന്നെയുണ്ട്. രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നതിലൂടെ ഭക്ഷ്യ സുരക്ഷ എന്ന സുപ്രധാനമായ ഉത്തരവാദിത്വമാണ് ഈ ഭൂപ്രകൃതി വിഭാഗം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഭക്ഷ്യ സുരക്ഷ എന്ന സുപ്രധാനമായ ഉത്തരവാദിത്വം ഏത് ഭൂപ്രകൃതി വിഭാഗം ഏറ്റെടുക്കും? നമ്മുടെ ഉത്തരേന്ത്യൻ സമതലം. അതായത് സമതലമാകുന്ന സഞ്ചാര വിനിമയ സൗകര്യങ്ങൾ സഹസ്രാബ്ദങ്ങൾ മുമ്പ് മുതൽക്കേ ജനങ്ങളുടെ വ്യാപനത്തിനും അതുപോലെ ഇടപഴകലിനും കളമൊരുക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിലൂടെ രൂപപ്പെട്ട മിശ്ര ബഹുസ്വര സംസ്കാരമാണ് ഇന്നത്തെ ഇന്ത്യയുടെ ശക്തിയും സൗന്ദര്യവും എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം എന്നു മുതലാണ്? അതായത്
സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ജനങ്ങളുടെ വ്യാപനത്തിനും, അതായത് ജനങ്ങൾ അവിടെ താമസ സൗകര്യങ്ങൾ ഉണ്ടാക്കുവാനും താമസിക്കുവാനും അവരുടെ പരസ്പര ഇടപഴകലിനുമൊക്കെ ഈ ഒരു ഉത്തരേന്ത്യൻ സമതലം കളമൊരുക്കിയിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതിലൂടെ രൂപപ്പെട്ട മിശ്ര ബഹുസ്വര സംസ്കാരമാണ്. അതിലൂടെയാണ് നമ്മുടെ മിശ്ര ബഹുസ്വര സംസ്കാരം ഇന്നത്തെ ഇന്ത്യയുടെ ശക്തിയും സൗന്ദര്യവും രൂപപ്പെട്ടതെന്നാണ് പറയുന്നത്, ഈ ഉത്തരേന്ത്യൻ സമതലം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഉത്തരേന്ത്യൻ സമതലത്തെ കുറിച്ചാണ് 2-3 ക്ലാസ് ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടത്തെ എന്താണ് പഠിച്ചത്, അവിടെ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയെന്ന് പഠിച്ചു, ഏത് ടൈമിലാണ് കൃഷി ചെയ്യുന്നതെന്ന് പഠിച്ചു, മണ്ണിനങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലേ. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്, അവിടത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു അല്ലേ. പിന്നെയുള്ളത് നമ്മൾ എന്താണ് പഠിച്ചത്,